ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലോജിക്കൽ ഗെയിമിംഗ്. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ലോസ് ആൻഡോസിലൊരു കിടുക്കാച്ചി പോലീസ് വണ്ടി വന്നിട്ടുണ്ട്. പോലീസ് വണ്ടി വേറൊന്നുമല്ല, നമ്മുടെ ലംബോർഗിനിയുടെ പോലീസ് വണ്ടിയാണ്. വണ്ടി സെറ്റപ്പ് വണ്ടിയാണ്, ഒരു രക്ഷയില്ല. വണ്ടി ഭയങ്കര സ്പീഡൊക്കെ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ മിലിറ്ററി ബേസിലെ സീക്രട്ട് വെഹിക്കിളൊക്കെ പോലെ ഇപ്പോൾ പോലീസുകാർ ഇറക്കി തുടങ്ങി അവരുടെ റെയറായിട്ടുള്ള വണ്ടികൾ, പോലീസ് വണ്ടികൾ. റയർ എന്ന് പറഞ്ഞാൽ ലോസ് ആൻഡോസിൽ ആ ഒരൊറ്റ കാറുള്ളൂ. ലംബോർഗിനിയാണ്, അത് പോലീസ് മോഡലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ആ വണ്ടി മോഷ്ടിക്കാൻ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ആ വണ്ടി എടുക്കാമാണ്, നമ്മുടെ കാർ കളക്ഷനിലേക്ക് നമ്മൾ അടയമാണ്. അപ്പോൾ നമുക്ക് കള്ള പോലീസായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ ലംബോർഗിനൊക്കെ എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ ഗൈസ്, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതാണ് സ്ഥലം. ഇതിൻ്റെ മുകളിൽ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെയാണ് അവർ കൊണ്ടുവന്നിട്ടാണ് വണ്ടി. ഇപ്പം പുറത്തുനിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ട് ചെയ്ത വഴിയാണ്. അപ്പോൾ അവർ ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് മുകളിലാക്കിയതാണ് കേട്ടോ ഗൈസ്. ഇതേ അവിടെ മറ്റേ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, സീനാണ്. അപ്പോൾ നമുക്ക് പരമാവധി ആരും കാണാണ്ട് പോകാം, കാരണം നമുക്ക് യാതൊരു തെളിവ് അവശേഷിപ്പിക്കാണ്ട് പോകണം. വണ്ടി നമുക്ക് ഇവിടെ ഉള്ളിടത്തും വെക്കാം. ഓക്കെ, അപ്പോൾ ആരും കാണുന്നില്ല എന്ന് തോന്നണം. എന്തായാലും ഇവിടെ കുറേ വണ്ടികളുണ്ടാവും, അപ്പോൾ നമ്മുടെ മാത്രം വണ്ടി കണ്ട് ഒന്ന് അങ്ങനെ സംശയിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനും തുടക്കം ഒരു ഡ്രിങ്ക് അടിച്ചിട്ട് പോവാം, ഒരു കോൾഡ് ഡ്രിങ്ക് കുടിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മുടെ കോൾഡ് ഡ്രിങ്ക്സിന്റെ പേര് സ്പ്രങ് എന്നാണ്. ഈ സ്പ്രൈറ്റ് ഒക്കെ പോലത്തെ സാധനം, 7up സ്പ്രൈറ്റ് പോലത്തെ സംഭവമൊക്കെ ഇട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഫുള്ളി എനർജറ്റിക് ആയതുകൊണ്ട് ഇവിടെ നിന്നൊരു പുകയോ എന്നിട്ടത് ഗൈസ്. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഏറ്റവും മുകളിലാണ് ഈ സംഭവമൊക്കെ വെച്ചിട്ടുള്ളത്, ഈ ലംബോർഗിനി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. നമ്മൾ നടന്നു പോകണുള്ളൂ, കാരണം നമ്മുടെ മുകളിൽ ബൈക്ക് വെച്ച് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ എളുപ്പമാവും. എന്തായാലും നമ്മളെ പിടിക്കൊന്നുമില്ല, പിടിച്ചാപ്പം എന്തുട്ടാ നമ്മളൊക്കെ ഇതിനെ പൂശും ഗൈസ്. അപ്പോൾ ഇവിടെ കാഴ്ചക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇത് എന്താ അപ്പോൾ ഗൈസ്, ഇവിടെ നിറച്ചും പോലീസുകാരെ FIB-കാരുണ്ടോ. ഇവിടെ പോലീസുകാർ കൂട്ടത്തോടു കൂടി ഇന്ന് ആഘോഷമാട്ടാന്ന് തോന്നുന്നത്. ചായയോടി വലിക്കണു നടക്കട്ടെ. പിന്നെ ഇവിടെ കുറച്ച് പേര് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അവര് വർത്താനം പറഞ്ഞോട്ടെ. ഇവിടെ കുറച്ച് പേര് എന്നിട്ടാ ഫോണൊക്കെ പണിഞ്ഞിരിക്കുന്നുണ്ട്. മാൻ, അത് FIB-കാരാണ്ടോ ആ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടത്. ഇവിടെ ഒരുത്ത എന്നിട്ടാ ചായ ഒടിച്ചിരിക്കണം. എന്താ ആരാലോചിക്ക. പിന്നെ കാഴ്ച അവിടെ രണ്ടുപേര് പുറത്തേക്ക് കാഴ്ച കാണാൻ തോന്നണം. അപ്പൊ ഇവിടെ ഇതാണ് FIB-യുടെ വണ്ടി. ഈ വണ്ടിയുടെ അവിടെ ഡോറ് അടച്ചിട്. വണ്ടിയുടെ സൈഡിലൊന്നും നമ്മൾ FIB-ന്ന് ഇടൂല, കാരണം എന്ന് പറഞ്ഞാൽ ഇത് സീക്രട്ട് ഡിറ്റക്റ്റീവ്സിന്റെ വണ്ടിയൊക്കെയാണിത്. അപ്പൊ ഇപ്പൊ നമ്മള് സൈലന്റ് ആയിട്ട് വല്ലയിടത്തും പോണെങ്കിലൊക്കെ അവര് ഈ കള്ളന്മാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ വണ്ടി. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ സാധാ പോലീസ് വണ്ടിയാണ്. നമ്മുടെ താര അവിടെ നിൽപ്പുണ്ട്. ഇതേ മൈക്കിള് ഗൈസ്, ഇതേ മൈക്കിള് ഇവിടെ. എന്താ മൈക്കിള് ഇവിടെ? മൈക്കിളേ അപ്പൊ മൈക്കിളെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മള് ആ ലംബോർഗിനി എടുക്കാമാണ്. അപ്പൊ കൂടെ പോകണ്ടോ? ഓക്കെ, അപ്പൊ ഗൈസ് മൈക്കിള് നമ്മുടെ കൂടെ പോകണ്ടെന്നാണ് പറഞ്ഞേക്കണേ. കാരണം പുള്ളി പിന്നാലെ ഉണ്ട് നമ്മുടെ കൂടെ, പുള്ളി കൂടെ പോകണ്ടെന്നാണ് പറഞ്ഞേക്കണേ. ഓക്കെ, അപ്പൊ ഇതേ ഗൈസ്, നമ്മുടെ ലംബോർഗിനിയുടെ പൊളി കണ്ടു, ഒരു രക്ഷയില്ല വണ്ടി. സെറ്റപ്പ് വണ്ടി എന്ന് പറഞ്ഞാ വേറെ ലെവല് വണ്ടിയാണിത്. ഇതിന് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ നല്ല സ്പീഡാന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ ലെസ്റ്റർ നമ്മളോട് പറഞ്ഞത് നല്ല സ്പീഡുള്ള വണ്ടിയാണ്, സെറ്റാണെന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇവിടെ 2 ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പൊ ഉണ്ട്. അയ്യോ, നമുക്ക് പരമാവധി ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പിൽ നിന്ന് പോവാം, കാരണം നമ്മുടെ ഫോട്ടോ അവരെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പിടിക്കാൻ എളുപ്പമൊക്കെ ആവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫോട്ടോ ഒന്നും എടുക്കാതിരിക്കാനുള്ള പല വഴിയും നോക്കാം. ഓക്കെ,
ഗൈസ് അപ്പോൾ നമ്മുടെ ലംബോർഗിനൊക്കെ ചുറ്റും കാണാട്ടോ. ഇവിടെ പോലീസ് എന്നൊക്കെ എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ സ്പീഡ് എൻഫോഴ്സ്മെന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നും നോക്കാനില്ല, വണ്ടി എടുത്തോണ്ടാവും നമുക്ക്. പിന്നെ ഇവിടെ ചുറ്റിന് വേറെ പോലീസുകാർ നിൽപ്പുണ്ടോ നമുക്ക് നോക്കാട്ടോ ഗൈസ്. ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ, പിന്നെ അധികം പോലീസുകാരൊന്നുമില്ല. 10-12 പേരായിട്ടേ ഉള്ളൂ, അതിൽ കൂടുതൽ കാണാനില്ല. നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഗൈസ്. ഇനി വേറെ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വണ്ടിയുടെ അകത്ത് കയറി വെക്കാം. അപ്പോഴെന്തെങ്കിലും സംഭവിക്കുമെന്ന് കയറി വെക്കാം. പോലീസുകാർ പേടിക്കണ്ട, ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഓക്കെ മൈക്കിളെ പെട്ടെന്ന് കയറാ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മൈക്കിളും കയറിയിട്ടുണ്ട്. ഞാൻ പയ്യൊന്ന് നീക്കി വെക്കാം കേട്ടോ ഗൈസ്. എന്റെ മോനെ പയ്യെ നീക്കിയോളൂ. 3 സ്റ്റാർ വേണ്ടല്ലോ. വേണ്ട ഗൈസ്, നമുക്ക് വന്നേക്കണം. വണ്ടി പറക്കാണ്ടാ. വണ്ടിയുടെ കാര്യത്തിൽ ഒന്നും പറയല്ല. വണ്ടി സ്പീഡ് കൂട്ടിയിട്ട് കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടല്ലോ കേട്ടോ. അത്ര ഒരു കുഴപ്പമുള്ളൂ. നമുക്ക് ഇനി റോട്ടിലൂടെ ഇറക്കി ഓടിച്ചോ. എന്റെ മോനെ വണ്ടി ഇടിച്ചു. വണ്ടിക്കൊന്നും പറ്റാൻ ചാൻസ് ഇല്ല, കാരണം എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ വണ്ടിയില്ല, നല്ല പവർ കൂടിയ വണ്ടിക്ക് തന്നെ ആയിരിക്കുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ പോലീസുകാർ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. നമ്മളെ താഴേന്നും പോലീസുകാർ വണ്ടി നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. നമ്മുടെ 3 സ്റ്റാർ വാണ്ടർ ലെവൽ എന്തായാലും മിന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ചിലപ്പോ ഇവിടെ വെച്ച് തന്നെ കളയാന്ന് വിചാരിച്ചാണ്. ഓ അത് ആൾക്കാരാണ്ടോ ഗൈസ്, സീനൊന്നുമില്ല ഗൈസ്. അപ്പൊ നമ്മുടെ പോലീസുകാര് ഭയങ്കര ഇതാണ്, അവർക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. ഇപ്പൊ ഒരകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോണം. എങ്ങനെ നമുക്ക് രക്ഷപ്പെടണം കേട്ടോ. നമുക്ക് എന്തായാലും ഈ വണ്ടി വേണം. ഈ വണ്ടി എനിക്ക് വേണം, നിങ്ങളെനിക്ക് തരണം. ഓക്കെ അപ്പൊ നമ്മള് പറത്തി വിടാണ്. വേറൊരു വഴിയില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. എന്റെ മോനെ പൊളി, നല്ല സ്പീഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡ് കണ്ടിക്ക്. ഓ വണ്ടി ഇടിച്ചോണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ടണലിലേക്ക് പോകാണ്ട് നമുക്കിത് മാറ്റാൻ പറ്റില്ല. 4 സ്റ്റാർ വണ്ടറിലാണോ 3 സ്റ്റാർ? 3 സ്റ്റാർ വണ്ടറിൽ പോവില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ബമ്പർ എന്താല്ല ബാക്കിലത്തെ സംഭവം നൈസായിട്ട് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് മറ്റേ ബ്രേക്ക് ലൈറ്റ് ഒന്നും പോയിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് പറത്തി വിടാം, വേറൊരു വഴിയില്ല, നമുക്ക് പറക്കാം. അല്ലാണ്ട് നമുക്ക് ടണലിലേക്ക് ഇന്ന് എത്തൂല, കാരണം നല്ല സ്പീഡിൽ പോണം ഗൈസ്. അപ്പൊ നമ്മുടെ ലംബോർഗിനി നല്ല സ്പീഡ് തന്നെയാണ് കണ്ട. അവര് ലെസ്റ്റർ പറഞ്ഞ പോലെ നല്ല സ്പീഡുള്ള വണ്ടി തന്നെയാണ്. ഓ എന്റെ മോനെ പൊളി, ഒരു രക്ഷയില്ലാട്ടോ വണ്ടിയുടെ കാര്യം പറഞ്ഞ. വണ്ടി ചെറുതായിട്ട് സർവീസിങ് വേണ്ടി വരും. നമുക്ക് മോഡ് വെച്ച് ചെയ്യാം ഗൈസ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വണ്ടി റയർ വണ്ടിയാണ്. അപ്പൊ നമുക്ക് മോഡ് ഉപയോഗിച്ച് ചെയ്യാം. എന്റെ മോനെ സെറ്റ് വണ്ടി, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്റെ ദൈവമേ ഗൈസ്. അപ്പൊ നമുക്ക് ഏതൊരു ടണലിലേക്ക് വേണം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ടേ കോപ്സിനെ കളയാൻ പറ്റുമോ നോക്കാം. പോലീസുകാർ പോവാണെങ്കിൽ പൊക്കോട്ടെ, നമുക്ക് ആദ്യം ഇവിടെ നിർത്തി നോക്കാം. എന്റെ മോനെ സീൻ, വൻ സീൻ എന്ന് പറഞ്ഞാൽ വൻ സീനാണ്. ഇവിടെ എന്താ കുറെ പിള്ളേരും നിൽക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി? ഓക്കെ നമുക്ക് ഇവിടെ ബാക്കിലേക്ക് പാർക്ക് ചെയ്യാം. എന്റെ കൈ കൊണ്ടായിരിക്കുള്ളൂ ഈ പെണ്ണുമുള്ളയുടെ അന്ത്യം. ഓടിയില്ലേ ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തിയിടാം. അപ്പൊ പോലീസുകാരങ്ങനെ പോവാണെങ്കിൽ പോട്ടെ. ഓ പണി കിട്ടും. പണി പിറകേന്ന് ഉണ്ട് ഗൈസ്. ദേ ഹെലികോപ്റ്റർ പണി പിറകേന്ന് വന്നുണ്ട്. ഓ കിട്ടി, വേക്കെടുത്തോ ഗൈസ്. അപ്പൊ നമുക്ക് ടണലിന്റെ അകത്തേക്ക് കയറാം, അല്ലാണ്ട് വേറെ വഴിയില്ല നമുക്ക് ഗൈസ്. അപ്പൊ ആ പോലീസുകാര് പരമാവധി ശ്രമിക്കും, കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ റയർ വണ്ടിയാണ്, പിന്നെ ഒന്നാമത് സൂപ്പർ കാറും കൂടിയാണ്. അവര് പരമാവധി ശ്രമിക്കും ഗൈസ്. അപ്പൊ നമുക്ക് മോഡ് ഉപയോഗിച്ച് നമ്മുടെ വണ്ടി ഒന്ന് റിപ്പയർ ആണ്. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം, നമുക്ക് എവിടെയെങ്കിലും റിപ്പയർ ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മള് റിപ്പയർ ചെയ്തിട്ടുണ്ട് കണ്ട, വണ്ടി ഫുള്ളി കണ്ടീഷൻ ആക്കിയിട്ടുണ്ട് കണ്ട. നമ്മുടെ മോഡ് ഉപയോഗിച്ച് നമ്മള് റിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ പോലീസുകാർ ഇനി കയറി വരാൻ ചാൻസ് കുറവാണ്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടണലിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവര് ശ്രമിക്കാറില്ല.
നമ്മളെ പിടിക്കാൻ. ചിലപ്പോ പറയാൻ പറ്റില്ല, അവരുടെ റെയർ വണ്ടി ആയതുകൊണ്ടേ ചിലപ്പോ അവർ പിടിക്കും. ഗൈസ് ഇതേ കണ്ടോ ലംബോർഗിനി, എന്താല്ലേ കണ്ട സെറ്റില് സെറ്റപ്പ് വണ്ടി എന്ന് പറഞ്ഞ സെറ്റപ്പ് വണ്ടി. എന്ത് മോനെ ഗൈസ് നമ്മൾ പെട്ടു. ഓ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് അവര് പരമാവധി നോക്കണ്ട അവരുടെ വണ്ടി കിട്ടാൻ വേണ്ടിട്ട്. നമുക്ക് ഇവിടെ നിർത്തിയാക്കാം. ഇവിടെയും പോയാലും നമ്മള് ടണല് മൊത്തമായിട്ട് കടക്കേണ്ടി വരും ഗൈസ്. അപ്പൊ നമുക്ക് ഇവിടെ നിർത്തി നോക്കാം കേട്ടോ. കാരണം നമ്മുടെ പോലീസുകാർ ഇനി കേറി വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചെടുത്താ പോരെ. ഈ ടണല് കുറച്ച് ദൂരം ഉണ്ട്, അത് വേറെ കാര്യം. പോലീസുകാരെ നമ്മളെ പിടിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. ഇനി നമ്മളെ പിടിക്കാൻ വന്നാൽ നമ്മുടെ ടണൽ മൊത്തമായിട്ട് കടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ നോക്കാം. എൻ്റെ മോനത് സീറ്റ് അവര് വീണ്ടും കണ്ടെത്തി. എൻ്റെ പൊന്നു മോനെ, ഈ പോലീസുകാർ ഒടുക്കത്തെ ഇതാണല്ലോ ഗൈസ്. നമുക്ക് ഇന്റീരിയർ ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം, അന്നേരം പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാം. നമ്മുടെ മൈക്കിൾ മച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ടണൽ മൊത്തമായിട്ട് കിടക്കാം, അല്ലാണ്ട് വേറെ വഴിയില്ല. അവർ ഇനിയും കയറി വരും, പതക്കെ പതക്കെ അവർ കയറി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം നമ്മുടെ ടണല്. അപ്പോൾ ഗൈസ് ഇതേ നമ്മള് ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇതേ കണ്ടോ നമ്മള് ഹൈവേയിൽ നിർത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും നമുക്ക് കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചുറ്റിനും കണ്ടോ, സെറ്റ് വണ്ടിയാണ്. ഓ എൻ്റെ മോനെ. ഈ ഗൈസ് നമുക്ക് നമ്മുടെ ഇന്റീരിയർ കൂടെ ഒന്ന് നോക്കി കളയാം. ഗൈസ് എൻ്റെ മോനെ ലംബോർഗിനി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മൈക്കിൾ മച്ചാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി പറക്കാണ്ട് ഒറ്റയടിക്ക് നമ്മുടെ വണ്ടി 100 കഴിഞ്ഞു, 200 കഴിഞ്ഞു. എൻ്റെ ദൈവമേ, സെറ്റപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് സ്പീഡ്. ഈ വണ്ടി നമ്മൾ അപ്ഗ്രേഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് എഞ്ചിനിലാണ് വണ്ടി ഓടണം. വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, പറക്കും വണ്ടി കിടന്ന് ഗൈസ്. ഇപ്പോഴേ നമ്മുടെ വണ്ടി 285 87 87 88 90 300 അടിച്ചു ഗൈസ്. 300 ജസ്റ്റ് മിന്നി പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 300 അതിൽ കഴിഞ്ഞ വണ്ടി കുറയാണ്. നമ്മുടെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ 300 കൂടും ഗൈസ്. സെറ്റപ്പ് വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയിൽ ഇത്ര ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.